ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പലിശ. ഇൻട്രസ്റ്റ് പൊതുവെ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ, ഒന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ. നമ്മൾ ഇന്നിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിനെ പറ്റിയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ഫസ്റ്റ് പറയുകയാണ്. പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100. അതായത് പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ, അതായത് നമ്മുടെ എമൗണ്ട്, ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് പലിശ നിരക്ക്, ടി എന്ന് പറഞ്ഞാൽ ടൈം സ്പാൻ ബൈ 100. ഓക്കെ, ദെൻ എമൗണ്ട് ഈസ് ഈക്വൽ ടു, എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ. ഓക്കെ, ദെൻ amount is equal to simple interest in the equation, that is P into R into T, principal into rate of interest into time span by 100. SI is equal to simple interest, A is equal to amount, P is equal to principal amount, R is equal to rate of interest per annum, and T is equal to time in years. ഓക്കെ, സാധാരണ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ, നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ, ഫസ്റ്റ് യു ഹാവ് ടു മെമ്മറൈസ് ദിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100. ആൻഡ് ഈ ഓരോന്ന് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ, ജസ്റ്റ് ഇക്വേഷൻ മാത്രം. നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു എക്സാമ്പിൾസ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Ariel takes a loan of rupees 8,000 to buy a used truck at the rate of 9% simple interest. Calculate the annual interest to be paid for the loan amount. ഏരിയൽ എന്ന് പറയുന്ന ഒരാൾ നമ്മൾ ₹8,000 ഒരു പഴയ യൂസ്ഡ് ഒരു ട്രക്ക് വാങ്ങിക്കാൻ വേണ്ടി ലോൺ എടുക്കുന്നു, ₹8,000. അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് പലിശ നിരക്കെന്ന് പറയുന്നത് 9% ആണ്. 9% സിമ്പിൾ ഇൻട്രസ്റ്റ്. നമുക്കതിൻ്റെ ആനുവൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇതാണ്. ഫ്രം ദ ഡീറ്റെയിൽസ് ഗിവൺ ഇൻ ദ പ്രോബ്ലം, പ്രിൻസിപ്പൽ പി നമുക്കറിയാവുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുക. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു ₹8,000 ഗിവൺ ആണ്, ആൻഡ് ആർ ഈസ് ഈക്വൽ ടു 9% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അത് എഴുതുക. ഓർ ഈ 9% എന്ന് പറഞ്ഞാൽ 9/100 ആണെന്ന് നമുക്കറിയാം. ഈ 9/100 നിങ്ങൾക്ക് ഡെസിമൽ ആക്കാൻ അറിയാമല്ലോ, 9/100. അപ്പോൾ ഇടതുവശത്തേക്ക് 2 സ്ഥാനം നമ്മൾ മാറ്റി പോയിന്റ് കൊടുക്കുക. ദാറ്റ് ഈസ് ഓർ 0.09 എക്സ്പ്രസ്ഡ് ആസ് എ ഡെസിമൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 9% എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാം. ആസ് ദ ആനുവൽ ഇൻട്രസ്റ്റ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ്, ദ ടൈം പീരീഡ് ടി ഈക്വൽ ടു 1. നമുക്കറിയാം 1 ഇയർ. അപ്പോൾ നമ്മൾ ആനുവൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 1 ഇയറത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ദെൻ എന്ത് ചെയ്യണം, നമ്മുടെ ഫോർമുല ഉണ്ടല്ലോ, നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുലയ്ക്കകത്തോട്ട് പി ഇൻറ്റു ടി ഇൻറ്റു ആർ, പി എത്രയാണ് 8,000 ഇൻറ്റു ടി എത്രയാണ് 1 ഇയർ ഇൻറ്റു ആർ എത്രയാണ് 9/100. 9/100 വേണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഡെസിമൽ വെച്ചിട്ട് 0.09. ഓക്കെ, അത് നമ്മൾ ഇൻറ്റു ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ₹720 കിട്ടും. സോ ആനുവൽ ഇൻട്രസ്റ്റ് ടു ബി പെയ്ഡ് എന്ന് പറയുന്നത് ₹720 ആണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇക്വേഷനകത്തോട്ട് നമ്മുടെ വാല്യൂസ്, നമ്മൾ ഫസ്റ്റ് എന്ത് കൊടുക്കണം, നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടുമ്പം തന്നെ റുപ്പീസ് എഴുതുക, നമുക്ക് അറിയാവുന്ന ഗിവൺ വാല്യൂസ് ഫുൾ എഴുതി വെക്കുക, പേപ്പറിലാണെങ്കിൽ എഴുതി വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്, സ്റ്റീവ് ഇൻവെസ്റ്റഡ് ₹10,000 ഇൻ എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ദാറ്റ് ഏൺ 2% സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇപ്പോഴേ നമുക്ക് തന്നിട്ടുണ്ട് 10,000, ഒരു ബാങ്ക് അക്കൗണ്ടിനകത്തോട്ട് 10,000 ഇൻവെസ്റ്റ് ചെയ്തു, അതിന് 2% സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. സ്റ്റീവ് എന്ന് പറയുന്ന ഒരാൾ 10,000 രൂപ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. then that earned 2% simple interest ആണ് കിട്ടുന്നത്. Find the interest earned if the amount was kept with the bank for 4 years. അങ്ങനെ ഈ സ്റ്റീവ് 4 വർഷം നമ്മുടെ ഈ എമൗണ്ട് കൊണ്ടുപോയി ബാങ്കിൽ തന്നെ ഇട്ടാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ സൊല്യൂഷൻ. പ്രിൻസിപ്പൽ നമുക്ക് ഗിവൺ ആണ് 10,000 rupees. ടൈം പീരീഡ് ടി ഈക്വൽ ടു 4 years ഗിവൺ. ഓക്കെ, ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 2%, that is 0.02, right? Then plugging these values in the simple interest formula. നമ്മുടെ ഫോർമുലയ്ക്കകത്തോട്ട്
നമ്മൾ ഐ ഈക്വൽ ടു പി ഇൻറ്റു ടി ഇൻറ്റു ആർ കൊടുക്കുന്നു. ദാറ്റ് ഈസ് 10,000. നമുക്ക് ഗിവൺ ആണല്ലോ, പി പ്രിൻസിപ്പൾ നമുക്ക് ഗിവൺ ആണ് 10,000 ഇൻറ്റു ടി എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് ഫോമുല ഉണ്ട് നമുക്ക്. ടി എന്ന് പറഞ്ഞാൽ 4 years, 4 ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ദാറ്റ് ഈസ് 2/100, 2 divided by 100. Then decimal is 0.02. Then all നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ₹800 കിട്ടും. ഇൻട്രസ്റ്റ് ഏൺ ഫോർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് 4 years. സ്റ്റീവ് 10,000 രൂപ 2% പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 4 years കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ₹800 ആണ്. ഓക്കെ. Then Rayan bought ₹15,000 from a bank to buy a car at 10% simple interest. റയാൻ എന്ന് പറയുന്ന ഒരാൾ 15,000 രൂപ ഒരു ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നു. എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു കാർ വാങ്ങിക്കാൻ വേണ്ടി. ഓക്കെ, അതും 10% സിമ്പിൾ ഇൻട്രസ്റ്റ്. നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ 10% ആണ്. ഇഫ് ഹി പെയ്ഡ് ₹9,000 as interest while clearing the loan, find the time for which the loan was given. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു നമുക്ക് തന്ന കാര്യങ്ങൾ എഴുതുക. പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു ₹15,000 എഴുതി കഴിഞ്ഞു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ ഈസ് ഈക്വൽ ടു സിമ്പിൾ 10%. ഓക്കെ, ദെൻ 10% ഈസ് ഈക്വൽ ടു 0.10 ആൻഡ് ദ ഇൻട്രസ്റ്റ് പെയ്ഡ് ഈസ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു ₹9,000. അയാൾ അടച്ചു കഴിഞ്ഞ പലിശ പെയ്ഡ് ആയത് 9,000 ആണ്. നമുക്ക് സമയം കണ്ടുപിടിക്കണം. എത്ര വർഷത്തേക്കാണ് ലോൺ കൊടുത്തത്? ഇൻട്രസ്റ്റ് ആയിട്ട് 9,000 രൂപ അടച്ചു. എത്ര വർഷത്തേക്കാണ് ഈ ഇൻട്രസ്റ്റ് റയാന് കൊടുത്തത്? ഓക്കെ, ദെൻ സൊല്യൂഷൻ നമുക്ക് തന്ന കാര്യങ്ങൾ എഴുതി 15,000. ഓക്കെ, ഇതെല്ലാം എഴുതി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടി ആണ്. ടി ഈസ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി ഇൻറ്റു ആർ ബൈ ഐ ഈസ് ഈക്വൽ ടു എന്താണ്, പി ഇൻറ്റു ആർ ഇൻറ്റു ടി ആണ്. ഓക്കെ, ദെൻ ടി ഈസ് ഈക്വൽ ടു ഐ ബൈ പി ആർ. ദെൻ ഐ ഈക്വൽ ടു എത്രയാണ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ചെയ്തത് ഇവിടെ തന്നിട്ടുണ്ട് 9,000, അത് നമ്മൾ അങ്ങോട്ട് എഴുതുക. 9,000 ബൈ P means principal, that is 15,000 into rate of interest is 0.10, then 6 years. The loan was given for 6 years. അങ്ങനെ നമുക്ക് ടൈം സ്പാൻ കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു PNR അല്ലെങ്കിൽ PTR. N ആണെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ്, T ആണെങ്കിൽ ടൈം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഐ ഈസ് ഈക്വൽ ടു PNR ഓർ ഐ ഈസ് ഈക്വൽ ടു PTR. ഏതായാലും നമ്മൾ അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്. അതുകൊണ്ട് T ഈസ് ഈക്വൽ ടു I by PR, I by P into R. Okay, then 9,000 by 15,000 into 0.10 equal to 6 years. Then next, in how much time will the simple interest on ₹3,500 at the rate of how much time means എത്ര സമയത്തിനുള്ളിൽ സമയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 9% rate of interest will be the same as simple interest on ₹4,000 at 10.5% per annum for 4 years. In how much time will the simple interest on ₹3,500 at the rate of 9% per annum be the same as simple interest on ₹4,000 at 10.5% per annum for 4 years? അതായത് എത്ര സമയം കൊണ്ടാണ് നമ്മൾ 3,500 രൂപയ്ക്ക് അത് കടമെടുക്കുന്നതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 9% ആണ്. അതും നമ്മുടെ ഈ ഇൻട്രസ്റ്റും ഈ 4,000 രൂപ 10.5% പലിശ നിരക്ക് 4 ഇയേഴ്സിനാണ് എടുത്തത്. അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റും മുന്നേ എടുത്തതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റും ഈക്വൽ ആവാൻ എത്ര സമയം എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ഈക്വേറ്റ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹4,000 അറ്റ് റേറ്റ് 10.5% ഈക്വൽ ടു നമുക്ക് തന്ന വാല്യൂസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക, രണ്ടും ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുക. ദറ്റ് ഈസ് 10.5 by 100. ഓക്കെ, ഈക്വൽ ടു 0.1054 for 4 years ഉള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദെൻ SI is equal to P into R into T by 100. ഗിവൺ വാല്യൂസ് കൊടുക്കുക. 4,000 ഇൻറ്റു R എന്താണ് 0.105 into 4.
എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദി ഇൻട്രസ്റ്റ് ഓഫ് ₹1680 ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓൺ ₹3,500 at 9% per annum for suppose 2 years. ഓക്കെ, നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റും ഇതിന് എടുക്കുന്ന ഇത് ഇത്രയും ദിവസം 4000 രൂപ 10.5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ 4 ഇയേഴ്സ് അടയ്ക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റും ഈക്വലാണ്. അങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് ടൈം ഇസിക്കൽ ടു SI × 100/P/R ആണ്. അതിനകത്തോട്ട് വാല്യൂ ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 5.33 ഇയേഴ്സ് കിട്ടും. In this section you will learn finding rate when principal and time are given in easy way. The formula is given. എല്ലാ ഫോർമുലക്കകത്ത് അപ്ലൈ ചെയ്യാം നമ്മൾ. റേറ്റ് ഈസ് ഇക്വൽ ടു R ഈസ് ഇക്വൽ ടു SI × 100/P/T. എമൗണ്ട് A ഈസ് ഇക്വൽ ടു എമൗണ്ട് എങ്ങനെയാണ് കാണുന്നത്? പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, എക്സാമ്പിൾ P ഈസ് ഇക്വൽ ടു 20,000, എമൗണ്ട് ഈസ് ഇക്വൽ ടു ₹21,800 ആൻഡ് ടൈം T ഈസ് ഇക്വൽ ടു 2 years. ദെൻ റേറ്റ് കണ്ടുപിടിക്കുക, ഡയറക്റ്റ് ആണ്. ദെൻ എമൗണ്ട് ഈസ് ഇക്വൽ ടു P പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ ആണല്ലോ എമൗണ്ട്. ഓക്കെ, അതിനകത്തുനിന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ എടുക്കും? ഇതിനകത്തുനിന്ന് ഇതങ്ങ് ഇടതുവശത്തോട്ട് പോകുമ്പോൾ എന്താവും? 21,800 മൈനസ് 20,000. ദെൻ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ദെൻ റേറ്റ് പെർസെൻറ്റ് കാണുന്നത് R ഈസ് ഇക്വൽ ടു SI × 100/P/T. എല്ലാ വാല്യൂസ് ഇക്വേറ്റ് ചെയ്യുക, 4.5% കിട്ടി. ഇതെല്ലാം നിങ്ങൾ ഒരു നോട്ട് എടുത്തിട്ട് നോട്ട്ബുക്കിനകത്തോട്ട് എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് തനിയെ, കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. P ഈസ് ഇക്വൽ ടു ₹625, എമൗണ്ട് ഈസ് ഇക്വൽ ടു ₹641.25 ആൻഡ് ടൈം T ഈസ് ഇക്വൽ ടു 146 days. Find the rate. Direct equation rate, amount is equal to P plus SI, amount 641.25, 625 plus SI. Okay, given equation athode rate percent കാണുന്ന R is equal to SI × 100/P/T. ഓക്കെ, ഇതെല്ലാം ഒറ്റ ഒരു ഇക്വേഷനകത്ത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ദെൻ ഓക്കെ, ഇതെല്ലാം അത് തന്നെയാണ് റേറ്റിൻ്റെ എക്സാമ്പിൾ. അറ്റ് വാട്ട് റേറ്റ് പെർസെൻറ്റ് വിൽ എ സം ഓഫ് മണി ട്രിപ്പിൾ ഇറ്റ് സെൽഫ് ഇൻ 12 years? എത്ര പലിശ നിരക്കിലാണ് ഒരു എമൗണ്ട് ഓഫ് മണി ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ 3 മടങ്ങാവുന്നത്, 3 മടങ്ങായിട്ട് മാറുന്നത് 12 വർഷത്തിനകം. അതിൻ്റെ റേറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എമൗണ്ട് എത്ര ആണ് നമ്മളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മളതിനെ P എന്ന് എടുക്കുന്നു. അതുകൊണ്ട് എമൗണ്ട് ഈസ് ഇക്വൽ ടു 3 × P, 3 times ആകും. എത്ര വർഷം കൊണ്ട്? ടൈം നമുക്കറിയാം 12 years കൊണ്ട് 3 മടങ്ങാവുന്നതിൻ്റെ റേറ്റ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എത്ര എമൗണ്ട് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? P plus I ആണ്. ഹിയർ നമ്മൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ I ഈസ് ഇക്വൽ ടു ഈ A ഈസ് ഇക്വൽ ടു P plus Iക്കകത്തുനിന്ന് ഐയുടെ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു നമുക്കറിയാമല്ലോ PRT/100 ആണ്. PNR എന്നും ടിയും, N അല്ലെങ്കിൽ T, PRT നമ്പർ ഓഫ് ഇയേഴ്സ്, T ആണെങ്കിൽ ടൈം സ്പാൻ. ഓക്കെ, ഈ ഐയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? therefore A ഈസ് ഈക്വൽ ടു എമൗണ്ട് ഈസ് ഈക്വൽ ടു P മൈനസ് PRT/100. A ഈസ് ഈക്വൽ ടു P പ്ലസ് ഐക്കകത്തുനിന്ന് I ഈസ് ഈക്വൽ ടു നമുക്ക് A മൈനസ് P എന്നും പറയാൻ പറ്റും. സോ എയുടെ സ്ഥാനത്ത് 3P, നമുക്കറിയാം 3P ആണെന്ന്. എല്ലാം ഒരേ വേരിയബിൾ ആക്കാൻ നോക്കുക. P മൈനസ് PR × 12/100. ദെൻ 3P, ഈ P അങ്ങ് ഇടതുവശത്ത് പോകുമ്പോൾ 3P മൈനസ് P 12 PR. ഇത് നമ്മുടെ ബോട്ട്മസ് റൂൾ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ഓപ്പറേഷൻ ഡിവിഷൻ ബോട്ട്മസ് റൂൾ ഉപയോഗിച്ച് നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2P ഈസ് ഇക്വൽ ടു 12 × P/R/100. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2P ഇൻറ്റു ഈ താഴെയുള്ള 100 അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പുറം ഇടത്ത് സൈഡിൽ പോകുന്നു. ഇത് 12 PR, 200P 12 PR, R ഈസ് ഇക്വൽ ടു ദെൻ നമുക്ക് റേറ്റ് കിട്ടും.
In this section, you will find learning time when principle and rate are given in easy way. The time period may be in years, days or in months. ടൈം നമ്മൾ ഇയേഴ്സിൽ തന്നെ മാത്രമല്ല കണ്ടുപിടിക്കുന്നത്, ചിലപ്പോൾ മന്ത്സിൽ കണ്ടുപിടിക്കാൻ പറയും, ചിലപ്പോൾ ഡേയ്സിൽ കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, വെൻ ടൈം ഇൻ ഇയേഴ്സ് ആകുമ്പോൾ ടി സിക്കൽ ടു എസ് ഐ ഇൻറ്റു 100/p/r, അതെല്ലാവർക്കും അറിയാം. ടൈം ഇൻ ഡേയ്സ് ആകുമ്പോൾ എന്ത് കൊടുക്കും? ടൈം ഇൻ ഡേയ്സ് ആകുമ്പോൾ എന്തുവാകും? SI ഇൻറ്റു 100 × 365/p/r ആണ്. ഓക്കെ, then SI ഇൻറ്റു 100 × 365/p/r. വെൻ ടൈം ഇൻ മന്ത്സ്, അതിൻ്റെ കൂടെ 365 ഡേയ്സ് നമ്മൾ ഇൻറ്റു ചെയ്യണം. ടൈം ഇൻ മന്ത്സ് ആണെങ്കിൽ നമ്മൾ 12 മന്ത്സ് ഇൻറ്റു ചെയ്യുകയാണ്. SI ഇൻറ്റു 100 × 12/p/r. ഓക്കെ, അതിനുള്ള എക്സാമ്പിളാണ് ഈ താഴെ കാണുന്നത്. സെയിം യു ക്യാൻ ഗോ ത്രൂ ദിസ്. ഓക്കെ, ഈ എക്സാമ്പിളൊക്കെ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് അതിനകത്ത് റഫ് ബുക്ക് എടുത്ത് അതിനകത്ത് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുക. പ്രിൻസിപ്പൽ is equal to P is equal to ₹7,300, SI is equal to ₹500 and rate R is equal to 4. Find the time period in days. ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്ത് ചെയ്യുക? ജസ്റ്റ് 1 ഇയറിൻ്റെ ആ 1-ന് പകരം 365 ഡേയ്സ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ദെൻ ടൈം സ്പാൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 5th ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഏകദേശം ഇപ്പോൾ റേറ്റ് കണ്ടുപിടിക്കാനായാലും ടൈം കണ്ടുപിടിക്കാനായാലും എമൗണ്ട് പ്രിൻസിപ്പൾ കണ്ടുപിടിക്കാം, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം, ഏതിനായാലും നമ്മുടെ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഈ ഏകദേശം എല്ലാ രീതിയിലുള്ളതും ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ടു like my channel. Like and subscribe if you like.